ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഗോവയിലെ ഒരു വൈകുന്നേരം ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. Kokum is called a Goan local drink. Follow and support Lena Ramesh. ഹലോ ഗൈസ്, ഗോവയിൽ ഇന്ന് നമ്മൾ 2ാം ദിവസമാണ്. നമുക്കിന്ന് ആക്ടിവിറ്റി ഡേ ആണ്. രാവിലെ 7:30 തന്നെ ട്രാവലർ റിസോർട്ടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം തന്നെ കയറിയത് ഞങ്ങളാട്ടോ. ഒരു 10-40 കിലോമീറ്റർ ദൂരെയുള്ള പാരഡൈസ് ബീച്ചിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കയറിയതിന് ശേഷം പല റിസോർട്ടിൻ്റെയും മുന്നിൽ നിർത്തിയിട്ട് മറ്റു ചില ആളുകളെയും കൂടെ അവർ കയറ്റുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ചാണ് ഇവർ ആക്ടിവിറ്റിക്ക് കൊണ്ടുപോകുന്നത്. 2ാം ദിവസത്തെ കാര്യം ആദ്യം തന്നെ പാക്കേജുകാരൻ ഞങ്ങളോട് മെൻഷൻ ചെയ്തിരുന്നു. 2 ഓപ്ഷനാണ് അവർ 2ാം ദിവസത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നത്. 1 ദൂദ്സാഗർ വാട്ടർഫാൾസ് കാണുന്ന ഒരു എക്സ്പീരിയൻസ്, 2 ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന എക്സ്പീരിയൻസ്. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സ്ക്യൂബ വരും, പാരാസെയിലിംഗ്, ബനാന റൈഡ്, ബമ്പർ റൈഡ്, ജെറ്റ് സ്കീ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാക്കേജാണ് അവർ 2ാം ദിവസത്തേക്ക് തന്ന 2ാമത്തെ ഓപ്ഷൻ. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒരു സംശയമില്ലാണ്ട് ഞങ്ങൾ 2ാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തു. ഏർലി മോർണിംഗ് വന്നൊരു ട്രാവലറിൽ 40 കിലോമീറ്ററോളം സഞ്ചരിക്കുക എന്നുള്ളതൊരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദ എക്സ്പീരിയൻസ് വാസ് നൈസ്. ഗോവയുടെ ഒരു ഏർലി മോർണിംഗ് വിഷ്വൽസ് കാണാൻ സാധിച്ചു. ഭയങ്കര നൈസായിട്ടുള്ള ഒരു പ്ലസൻറ്റ് മോർണിംഗ് ആയിരുന്നു അത്. ഇതായിരുന്നു ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുവന്ന ബീച്ച്. പാരഡൈസ് ബീച്ച് എന്നാണ് അവർ പറഞ്ഞത്. ഈ ട്രാവലറിലാട്ടോ ഞങ്ങൾ വന്നത്. വന്നിറങ്ങിയ വഴി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ദൂരെയൊന്നുമല്ല, ആ കടലിൻ്റെ ആ തീരത്ത് തന്നെ ഒരു ചെറിയ സെറ്റപ്പിൽ കുറച്ച് ഫുഡ് അവർ ക്യാരി ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അത് ഞങ്ങൾക്ക് സെർവ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു സമൂസ ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡും ഓംലേറ്റും, അതുപോലെ കുറച്ച് ക്യാബേജും മയണൈസൊക്കെ വെച്ചൊരു ഫില്ലിങ്ങിൽ ഒരു ബ്രെഡ് ടോസ്റ്റ് പോലെ നമുക്ക് തന്നു. പിന്നെ ഒരു ചായയും കുടിക്കാൻ തന്നു. ഇങ്ങനെ മിനിമൽ ബ്രേക്ക്ഫാസ്റ്റ് തരാനുള്ള പ്രധാന കാരണം ഇനി നമ്മൾ പോകാൻ പോകുന്നത് കടലിലേക്കായതുകൊണ്ടാണ്. ചെയ്യാൻ പോകുന്നത് പാരാസെയിലിങ്ങും സ്ക്യൂബയും ഒക്കെ പോലെയുള്ള ആക്ടിവിറ്റീസ് ആയതുകൊണ്ടാണ്. ചിലർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാനാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ തന്നത്. അവർ പറഞ്ഞത് അങ്ങനെയായിരുന്നെങ്കിലും കടലിലേക്ക് പോയപ്പോൾ സംഭവിച്ചത് മറ്റൊന്നാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ട്രാവലറിൽ വന്ന എല്ലാവരെയും അവർ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാക്കി മാറ്റി. ഒരു ഗ്രൂപ്പിൽ ഒരു മിനിമം നമ്പർ ഓഫ് ആൾക്കാരെ മാത്രമേ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ നമ്പർ തന്നു. ആ നമ്പർ ഗ്രൂപ്പിലെ എല്ലാവരുടെയും കയ്യിൽ മാർക്കർ വെച്ച് അവർ തന്നെ എഴുതിയും തന്നു. സംഭവം സിമ്പിളാണ്. വന്നവരെല്ലാവരെയും ഒരുമിച്ച് ഒരു ബോട്ടിലെ കടലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിന് അവർ കണ്ടെത്തിയ എളുപ്പവഴിയായിരുന്നു ഈ ഗ്രൂപ്പിങ്ങും പരിപാടികളും ഒക്കെ. ഈ വലതുവശത്ത് കാണുന്നതായിരുന്നു നമ്മുടെ ടീമിൻ്റെ ഷെൽട്ടർ. ആ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലോക്കർ സൗകര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു സെറ്റപ്പാണ്, എന്നാലും കൊണ്ടുവരുന്ന മൊബൈൽ ഫോൺ, ഓർണമെൻറ്റ്സ് പോലെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ, നഷ്ടപ്പെട്ടു പോയാൽ പണി കിട്ടുന്ന ഉറപ്പുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ സൂക്ഷിക്കാം. അതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് തരുന്നതാണ്. പിന്നെ ആ ഷെൽട്ടറിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം സ്നാക്സുകൾ, വെള്ളം പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. വേറെ ഒന്നും ആ ബീച്ചിൻ്റെ ആ സൈഡിലൊന്നും കണ്ടില്ല കേട്ടോ. इसमें सिर्फ आप कुछ भी हैंडल में कैरी नहीं कर सकते. बनाना में क्लिप होता है ना, गिरते हुए पानी में चश्मा भी निकल के रख देने का, वो भी गिर जाएगा. गोल गोल निकल कर മറ്റേ ബനാന റൈഡൊക്കെ പോകുന്ന സമയത്തൊന്നും സാധനം പിടിക്കാൻ പറ്റില്ല. കാര്യം തിരിയുമ്പോഴത്തേക്കും वो एक के बाद जाएगा ना. बनाना में आपका 4 ही लोग एक साथ जाएगा. 4 ही लोग जाएगा. स्कूबा डाइविंग के बाद हम यहाँ आएंगे. नहीं, यहाँ से स्टार्ट हो जाएगा, सब एक ही साथ हो जाएगा. बाकी आने का जाने का कुछ नहीं है. एक बार इधर लॉक करके നിർദ്ദേശങ്ങളും കാര്യങ്ങളും പറഞ്ഞു തന്നതിന് ശേഷം അവർ ഞങ്ങൾക്ക് ലൈഫ് ജാക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തു. ജാക്കറ്റ്സ് ധരിച്ച ഓരോ ടീമും കടലിൻ്റെ ഭാഗത്തേക്ക് നീങ്ങാനായിരുന്നു നിർദ്ദേശം. ഭൂരിഭാഗം പേരും ഫോൺ എടുത്ത് ലോക്കറിൽ വെക്കുന്നത് കൊണ്ട്, എന്നാൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഫോട്ടോ കിട്ടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും ഫോട്ടോഗ്രാഫർക്ക് അവിടെ നല്ല സ്കോപ്പായിരുന്നു. ഈ മൂപ്പരെയാണ് ഞങ്ങൾ വർക്ക് ഏൽപ്പിച്ചത്. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഫുട്ടേജസ് ഒക്കെ ഒപ്പിച്ചത് ഈ കാണുന്ന ചേട്ടന്റെ ഐഫോണിലാണ്. മൂപ്പര് ധൈര്യമായിട്ട് ഫോണൊക്കെ എടുത്തിട്ടാണ് ആക്ടിവിറ്റി ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടിൽ പോയതിന്റെയും ആക്ടിവിറ്റീസിന്റെയും കുറച്ച് വിഷ്വൽസ് നമുക്കും കിട്ടി. ആദ്യം എക്സ്പീരിയൻസ് ചെയ്ത ആക്ടിവിറ്റി സ്ക്യൂബ ഡൈവിംഗ് ആയിരുന്നു.
സ്ക്യൂബ എക്സ്പീരിയൻസ് ചെയ്തത് കടലിന്റെ നടുക്ക് നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് മാറിക്കേറിയതിനു ശേഷമാണ്. ബോട്ടിലേക്ക് കയറിയ വഴി അവർ കുറെ ഇൻസ്ട്രക്ഷൻസ് തന്നു. ശേഷം നമ്പർ എഴുതിയ ഒരു ടാഗ് തന്നിട്ട് നമ്പർ ഓർത്തു വെക്കാനും പറഞ്ഞു. ശേഷം വെള്ളത്തിനടിയിൽ മുങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ ശരീരത്തോട് വെച്ച് കെട്ടി ഓരോരുത്തരെയായിട്ട് അവർ സ്ക്യൂബ ഡൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വെള്ളത്തിലേക്ക് ഇറക്കി. ഓരോരുത്തർക്കും ഓക്സിജൻ സിലിണ്ടറും മാസ്കും സ്നോർക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് വെള്ളത്തിലെ ഇൻസ്ട്രക്ടർ. ഏറ്റവും ആദ്യം ആള് പറഞ്ഞു വന്നത് വെള്ളത്തിനടിയിൽ ശ്വസിക്കുന്ന രീതിയാണ്. വായിൽ വെച്ചിരിക്കുന്ന മൗത്ത് പീസിലൂടെ ബ്രീത്ത് ഔട്ട് എന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ശ്വസിക്കാൻ. നോർമൽ ബ്രീത്തിങ് പ്രോസസ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു പരിപാടി ആദ്യം തന്നെ സെറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രീത്തിങ്ങിനിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളത് ട്രെയിനറെ അറിയിക്കാനുള്ള സൈൻസ് ആണ് പിന്നീട് ട്രെയിനർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓക്കെ എന്ന് കാണിക്കാനുള്ള ഈ സൈനും നോട്ട് ഓക്കെ എന്ന് കാണിക്കാനുള്ള ഈ സൈനും ആണ്. ഇതൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം ട്രെയിനറുടെ കൺട്രോളിൽ തന്നെ നമുക്ക് അവർ ഒരു ട്രയൽ തരും. ആ ട്രയലിൽ നമ്മൾ ഓക്കെ നോട്ട് ഓക്കെ സൈൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് പറയണം. നോട്ട് ഓക്കെ ആയിട്ട് പറഞ്ഞവർക്ക് വീണ്ടും ചെയ്യാനുള്ള അവസരം അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ട്രയൽ ഓക്കെ ആയതിനു ശേഷം മാത്രമേ അവർ സ്ക്യൂബ ഡൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മളെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നുള്ളൂ. Guys, scuba was amazing. Next one is parasailing. പാരാസെയിലിങ്ങിന് വേണ്ടി ഞങ്ങൾ വീണ്ടും ബോട്ട് മാറിക്കേറി. പാരാസെയിലിംഗും കൂടെ കഴിഞ്ഞപ്പോഴേക്കും കടലിന്റെ നടുവിലുള്ള പരിപാടികൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കരയിൽ നിന്നുള്ള പരിപാടികളാണ്. കര എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നല്ല, കരയുടെ തൊട്ടടുത്തുള്ള കടൽ ഭാഗത്ത് നിന്ന്. ഇനി അടുത്തത് കടലിലേക്ക് തള്ളിയിടുന്ന റൈഡാണ്. ബനാന റൈഡാണ്. ഈ കാണുന്നതാണ് ബനാന റൈഡ്. ബനാന പോലെ ഇരിക്കണ ഈ റൈഡിന്റെ മുകളിൽ കയറിയിരുന്ന നമ്മളെ ആ ബോട്ട് വലിച്ചു കൊണ്ടുപോവാണ് ചെയ്തത്. നല്ല രസമുള്ള വലിയായിരുന്നു. പക്ഷെ വലിച്ചു കൊണ്ടുപോയിട്ട് അവരൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ബനാന റൈഡ് ഒരൊറ്റ കമിഴ്ത്തലാ. സ്ക്യൂബ ഡൈവിംഗ് നമ്മൾ അറിഞ്ഞുകൊണ്ട് മുങ്ങിപ്പോയതാണെങ്കിൽ ഇത് നമ്മളെ മനഃപൂർവ്വം മുക്കുന്ന പരിപാടിയാണ്.
സെയിം പാറ്റേണിലുള്ള മറ്റൊരു റൈഡാണ് ബമ്പർ റൈഡ്. ഇതിൽ ആ കറക്കവും ട്വിസ്റ്റിങ്ങും മാത്രമേ ഉള്ളൂ കേട്ടോ. ബനാന റൈഡ് പോലെ വെള്ളത്തിൽ തള്ളിയിടലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും എന്ത് ഇഷ്യൂസ് ഉള്ളവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു റൈഡാണ് ബമ്പർ റൈഡ്. ഞങ്ങളുടേതായിരുന്നു ആദ്യത്തെ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ എല്ലാ ആക്ടിവിറ്റീസും ഞങ്ങളായിരുന്നു ആദ്യം എക്സ്പീരിയൻസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു 12:15 ആയപ്പോഴേക്ക് ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാണിച്ചതാണ് കേട്ടോ ഡ്രസ്സിംഗ് റൂം. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്തത്. ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി വിശന്നു തുടങ്ങിയിരുന്നു. കാരണം രാവിലെ ആകെ കഴിച്ചത് എന്താണെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു കടയിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് പഴവും സ്നാക്സ് ഒക്കെ വാങ്ങി തൽക്കാലത്തേക്ക് വിശപ്പൊന്ന് ഒതുക്കി. ശേഷം നമ്മൾ ഫോട്ടോഗ്രാഫറെ സെറ്റിൽ ചെയ്തു. അതുപോലെ സ്ക്യൂബയ്ക്ക് എക്സ്ട്രാ ടൈം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സ്ട്രാ എമൗണ്ട് കൊടുത്തു. അങ്ങനെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഞങ്ങളുടെ കൂടെ ട്രാവലറിൽ വന്ന എല്ലാവരുടെയും, അതായത് എല്ലാ ഗ്രൂപ്പിന്റെയും ആക്ടിവിറ്റീസ് ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. ശേഷം നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ്. ഇന്നത്തെ ലഞ്ച് പാക്കേജിൽ ഉൾപ്പെടുത്തിയതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം അവർ തന്നെ നമ്മളെ ട്രാവലറിൽ ലഞ്ച് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. വണ്ടി ബീച്ചിൽ നിന്ന് എടുത്തപ്പോൾ സമയം ഏതാണ്ട് 12:50 ആയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് ഏർപ്പാടാക്കിയ സ്ഥലത്തെത്തി. ബുഫേ മോഡലായിരുന്നു അവിടെ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ആ ഹോട്ടലിൽ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഹൈജീനിറ്റി അത്ര പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അകത്തും പുറത്തും ഡൈനിങ് ഏരിയ ഉള്ളൊരു ഹോട്ടലായിരുന്നു അത്. അവർ ബുഫേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പുറത്തായിരുന്നു. പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സ്പേസിലായിരുന്നു. ഫുഡിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ക്യൂ നിന്നപ്പോഴാട്ടോ ട്രാവലറിലുള്ള എല്ലാവരെയും ശരിക്കൊന്നും ഞാൻ കാണുന്നത്. അപ്പോഴാണ് കൂട്ടത്തിൽ പല തരത്തിൽ ഒരുമിച്ച് ട്രിപ്പ് വന്ന ആളുകളുണ്ടെന്ന് മനസ്സിലായത്. ഫാമിലിയുടെ കൂടെ ട്രിപ്പ് വന്നവരുണ്ട്, ഫ്രണ്ട്സിന്റെ കൂടെ വന്നവരുണ്ട്, കസിൻസിന്റെ കൂടെ വന്നവരുണ്ട്, കപ്പിളായിട്ട് വന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി തരം ആളുകൾ, കൈ കുഞ്ഞു മുതൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള അപ്പൂപ്പം വരെ ട്രിപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാതരം ആളുകൾക്കും കഴിക്കാൻ കഴിയുന്ന ഒരു ബേസിക് ലഞ്ച് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചോറ്, ചപ്പാത്തി, വെജ് കറികൾ, ചിക്കൻ കറി, മീൻ കറി, ഒപ്പം കുറച്ച് സാലഡും. അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്കുള്ള രുചിയൊക്കെ ഉണ്ടായിരുന്ന ഫുഡായിരുന്നു. സമയം ഏതാണ്ട് 1:45 ആയപ്പോഴേക്കും എല്ലാവരും തിരിച്ച് ട്രാവലറിൽ കയറി. ഹോട്ടലിന്റെ അടുത്ത് നിന്ന് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു നമ്മുടെ റിസോർട്ടിലേക്ക്. ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നമ്മുടെ റിസോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം സമയം ഏതാണ്ട് ഒരു 3-3:15 ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ട് കേട്ടോ. പാക്കേജിൽ നമുക്ക് അലൗ ചെയ്ത എല്ലാ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയത് ഈ ഒരു റിസോർട്ടാണ്. ഇതായിരുന്നു നമ്മുടെ റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വൃത്തിയുള്ള കിച്ചൺ സെറ്റപ്പും ലിവിംഗ് ഏരിയയും ഡൈനിങ് സെറ്റപ്പും അതുപോലെ ഒരു ബാൽക്കണി പിന്നെ ഒരു ബെഡ്റൂം അടങ്ങുന്നതായിരുന്നു നമ്മുടെ റൂം. ഈ വീഡിയോ എടുത്തതിന് ശേഷം നേരെ പോയിട്ടൊരു കുളി പാസ്സാക്കി. അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് നേരെ ഒരു ഉറക്കം പാസ്സാക്കി. എന്നിട്ടാണ് നമ്മൾ ഈവനിങ് പുറത്തേക്ക് ഇറങ്ങിയത്. ഹലോ, ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഇതായിരുന്നു എന്റെ ഈവനിങ് കറക്കത്തിനുള്ള ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഒരു സൺസെറ്റ് ഒക്കെ കാണാനുള്ള പ്ലാൻ ഉണ്ട്. സോ ലെറ്റ്സ് സീ സൺസെറ്റ്. റിസോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിലൊരു സൺസെറ്റ് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ അഗോഡ ഫോർട്ടിലൊന്ന് പോകണം, പറ്റിയാൽ നമുക്ക് ബാഗ ബീച്ചും കൂടെ കറങ്ങി വരാമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷെ ഗോവൻ ഈവനിങ് അടിപൊളി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഭംഗി ആസ്വദിച്ച് അങ്ങനെ അങ്ങ് പോയി. സൺസെറ്റ് നമ്മൾ റോഡിൽ കണ്ടെങ്കിലും വഴി ഇച്ചിരി പാളിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വഴി തെറ്റിയിട്ട് വഴിയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമായിരുന്നു. ഇതാ വഴി മനസ്സിലായിട്ടുണ്ട്. എങ്ങോട്ടേക്കാ പോണേന്ന് വഴിയെ കാണിച്ചു തരാം കേട്ടോ. ബൈ. സൺസെറ്റ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതാ ഇത്രയും ഇരുട്ടായിട്ടുണ്ട്. ഞങ്ങൾ 1-2 ബ്ലോക്കിലൊക്കെ പെട്ടു. അപ്പോൾ ഇനി ഇന്നത്തെ സൺസെറ്റ് പോയി. നാളെ നമ്മൾ ഇവിടെ നിന്ന് റിട്ടേൺ ആണ്. അതുകൊണ്ട് ഗോവൻ സൺസെറ്റ് ഇത്തവണ ഒരു നടക്കാത്ത സ്വപ്നമായിരിക്കുകയാണ്. എന്നാൽ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു ഗോവയിലെ നൈറ്റ് സഫാരി. രാത്രിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് തോന്നിപ്പോകും. അത്രയും തിരക്ക് അനുഭവപ്പെട്ടു, അത്രയും ബ്ലോക്ക് കിട്ടി ഞങ്ങൾക്ക്. സ്പെഷ്യലി ആ ബാഗ ബീച്ചിന്റെ സൈഡിലേക്ക് എത്തുമ്പോഴായിരുന്നു കൂടുതൽ ബ്ലോക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒത്തിരി കസിനോസും സ്പാ സെന്റേഴ്സും ടാറ്റൂ സെന്റേഴ്സും ക്രാഫ്റ്റ് ഷോപ്പുകളും ഒക്കെ ഗോവയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് രാത്രിയാണ് ഏറ്റവും കൂടുതൽ വിസിബിൾ ആവുന്നത്. അഗോഡ ഫോർട്ടിൽ ഞങ്ങൾ എത്തുമ്പോൾ സമയം ഏതാണ്ട് ഒരു 6:30 ആയിട്ടുണ്ടാവും. എന്നാൽ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഫോർട്ടിനടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് 10-15 മിനിറ്റ് കൂടി എടുത്തു കേട്ടോ. ഇവിടെ എത്തുമ്പോഴേക്ക് സമയം ഏതാണ്ട് ഒരു 6:45 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം പോയ ചപ്പോറ ഫോർട്ടിന്റെ എക്സ്പീരിയൻസ് ആണ് മനസ്സിൽ കിടക്കുന്നത്. അത് ഭയങ്കര ഡ്രൈ ആയിരുന്നു,
ഹോട്ടായിരുന്നു. സൂര്യന്റെ ചൂടിലും നമ്മൾ വെന്തുരുകി എന്നൊക്കെ പറയാം. അത്രയും ടയേർഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ചെപ്പോറ ഫോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ തങ്ങി നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അഗോഡയിലേക്ക് എത്തിയപ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് എക്സ്പീരിയൻസ് ചെയ്തത്. പ്രത്യേകിച്ച് തൊട്ടടുത്ത് അതിനോട് ഒട്ടി നിൽക്കുന്ന സിക്കറിംഗ് ബീച്ചിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റിന്റെ ഒരു എക്സ്പീരിയൻസ്. ഈവനിങ് ആയതുകൊണ്ട് ഇച്ചിരി തണുപ്പ് കൂടിയാലേ ഉള്ളൂ. രാത്രി ആയതുകൊണ്ട് എല്ലാ വിഷ്വൽസും ക്ലിയർ ആയി കിട്ടിയില്ലെങ്കിൽ പോലും ആ സമയത്തെ അവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇറ്റ് വാസ് ബിയോണ്ട് വേർഡ്സ്. ഞങ്ങൾ എല്ലാവർക്കും അഗോഡ ഫോർട്ടും അതിന്റെ ആംബിയൻസും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് ആസ്വദിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 8 മണി കഴിയുന്നത് വരെ ഞങ്ങൾ അഗോഡ ഫോർട്ടിൽ ഉണ്ടായിരുന്നു. വന്ന സമയം ഓർക്കണം 6:30 ആയിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ അഗോഡ ഫോർട്ടിൽ സ്പെൻഡ് ചെയ്തു. പോർച്ചുഗീസ് മെയ്ഡ് ആണെങ്കിലും ഡിഫൻസിന് വേണ്ടിയാണെങ്കിലും ഇപ്പൊ ഇവിടെ നല്ല പീസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഗോവയിൽ വരുമ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ട് എന്റെ സജഷനിലുള്ള ഒരു സ്പോട്ടാണ് അഗോഡ ഫോർട്ട്. എല്ലാവർക്കും ഒരുപോലെ വിശപ്പിന്റെ വിളി വന്നു തുടങ്ങിയത് കൊണ്ട് തന്നെ അഗോഡയിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത് നല്ലൊരു റെസ്റ്റോറന്റ് ആയിരുന്നു. ഗോവയിൽ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പോലെ പണി വാങ്ങിക്കരുത് എന്നുറപ്പിച്ചത് കൊണ്ട് മാത്രം വലിയ കുഴപ്പമില്ലാത്ത എന്നാൽ അനാവശ്യമായിട്ട് ആർഭാടമില്ലാത്തൊരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. റെസ്റ്റോറൻറ്റിന്റെ സ്റ്റാൻഡേർഡ് ഉറപ്പിക്കാൻ വേണ്ടി വന്ന വഴി തന്നെ മെനു എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ് എന്ന് മനസ്സിലായപ്പോൾ തന്നെ പകുതി വിശപ്പ് മാറിയ സുഖം ഉണ്ടായിരുന്നു. മെനുവിൽ കണ്ട ചിക്കൻ പാട്യാല ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷ്. ഓംലെറ്റിലൊക്കെ റോൾ ചെയ്ത് വന്ന ചിക്കൻ പട്യാല സെറ്റ് സാധനമായിരുന്നു കേട്ടോ. അതിന്റെ രുചി ഇപ്പോഴും എന്റെ നാവിൽ നിൽക്കുന്നുണ്ട്. ഞാനിതിനു മുമ്പ് ഇത് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഡിഷ് ആയിരുന്നു കേട്ടോ അത്. അത്യാവശ്യം നന്നായി ഫുഡ് അടിച്ചിട്ടാണ് ഞങ്ങൾ ആ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് ദഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചുമ്മാ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങി. ചുമ്മാ കയറാന്നൊക്കെ വിചാരിച്ച് കയറിയതാണെങ്കിലും സാധനങ്ങൾ കണ്ടപ്പോൾ പിന്നെ കയ്യിൽ നിന്ന് പോയിട്ട് അത്യാവശ്യം പ്രൊഡക്ട്സ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിഷ്ടമുള്ള എല്ലാവരെയും കൂട്ടി യാത്ര ചെയ്യാൻ കഴിയണമെന്നില്ലല്ലോ. പക്ഷെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്ത സ്ഥലങ്ങളിലുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊടുത്താൽ അവർക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിന് കയറുമ്പോൾ. ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ സമയം 10:30. വണ്ടി നേരെ ബാഗ ബീച്ചിലേക്കാണ് തിരിച്ചത്. എന്നാൽ പോണ വഴിയിലുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ ലൈവ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. ചിലയിടങ്ങളിൽ ഡാൻസും. ആ പറഞ്ഞ കൂട്ടത്തിലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇതും. ലൈവ് മ്യൂസിക്കും ഡാൻസും. കുറച്ചു നേരം വണ്ടി റോഡ് സൈഡിൽ നിർത്തി ഞങ്ങളതങ്ങനെ ആസ്വദിച്ചു. ബാഗ ബീച്ചിനടുത്തുള്ള റോഡിലേക്ക് ഞങ്ങൾ കയറുമ്പോൾ സമയം ഏതാണ്ട് 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആകാശത്തിൽ സൂര്യനില്ല എന്നതൊഴിച്ചാൽ ബാഗ ബീച്ചിൽ ആ സമയത്തും നല്ല തിരക്കും ബഹളവും ആൾക്കാരും ആയിരുന്നു. ഗോവയിലെ ഏറ്റവും ബെസ്റ്റ് നൈറ്റ് ലൈഫ്, ഏറ്റവും ബെസ്റ്റ് പാർട്ടി നൈറ്റ് കൊടുക്കുന്നത് ബാഗ ബീച്ചാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാത്രികൾക്ക് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് നമ്മൾ ഈ ബാഗ ബീച്ചിൽ എത്തുമ്പോൾ തോന്നിപ്പോവും. അങ്ങനെ അവർ ആ ഒരു നൈറ്റിനെ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത്രയും ആളുകൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ അവിടെ വരുമ്പോൾ തന്നെ അറിയാലോ ഇവിടെ എന്തുമാത്രം ആംബിയൻസും പീസുമാണ് കിട്ടുന്നതെന്ന്. എൻജോയ് ചെയ്യാൻ വരുന്ന ടൂറിസ്റ്റുകൾ മാത്രമല്ല കേട്ടോ, അവിടെ ഉപജീവന മാർഗമായിട്ട് ഈ ടൂറിസത്തെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാളായിരുന്നു ഈ കുട്ടി. ലൈഫിൽ യാതൊരു ഉപയോഗവും ഇല്ലാതിരുന്നിട്ടും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ലൈറ്റിംഗ് ബാംഗിൾസിൽ 2 എണ്ണം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അധിക നേരം ആ ഒരു പുഴയിൽ അങ്ങനെ ഇരുന്ന് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തിരമാല വരുന്നതൊക്കെ നോക്കി ആ തണുത്ത കാറ്റൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ബാഗ ബീച്ചിനോട് വിട പറഞ്ഞത്. ലിറ്ററലി ബാഗ ബീച്ചിൽ നിന്നിറങ്ങി എന്നാട്ടോ പറഞ്ഞത്. ബീച്ച് പോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ബീച്ച് റോഡിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. ഒത്തിരി നൈറ്റ് ലൈഫ് പാർട്ടീസ് ഉണ്ടായിരുന്നു. ഒത്തിരി സ്പാ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ആളുകളെ അവർ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് താഴെ നിന്നിട്ട്.
ഒത്തിരി പേര് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു കേട്ടോ. ഇടയ്ക്ക് നല്ല സൗത്ത് ഇന്ത്യൻ സോങ്സ് ഒക്കെ നല്ല ലൗഡായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. അത്യാവശ്യം വൈബ് ഞങ്ങൾക്കും കിട്ടുന്നുണ്ടായിരുന്നു. Kokum is called a Goan local drink. You ever try it? ഇതൊക്കെ ബെറ്റർ അതാണ്.